ഇസ്രായേൽ ഉക്രൈൻ യുദ്ധങ്ങൾ നടക്കുമ്പോൾ തന്നെ മറ്റ് രണ്ട് യുദ്ധഭീഷണി കൂടി ഉയർന്നു വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിൽ നിന്ന് നാറ്റോ സഖ്യത്തിന് നേരെ വരുന്ന യുദ്ധഭീഷണിയാണ്. ഈ മണിക്കൂറുകളിൽ റഷ്യയുടെ ചാര സംഘടനയുടെ ചീഫ് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും അടുപ്പമുള്ള സംഘടനയാണ്, പ്രസ്ഥാനമാണ്. അവർ പറയുന്നത്, ഞങ്ങൾ നാറ്റോ സഖ്യത്തിനെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിയിപ്പാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ബെലാറൂഷ്യൻ അതിർത്തിയിലും റഷ്യൻ അതിർത്തിയിലും നാറ്റോ സഖ്യത്തിൻ്റെ സൈനികർ ക്യാമ്പ് അടിച്ചിരിക്കുന്നു. അവർ ആയുധങ്ങളും അതുപോലെ തന്നെ ടാങ്കുകളുമായി അതിർത്തിയിൽ അണിനിരന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് റഷ്യയുടെ സുരക്ഷിതത്വത്തിന്, ബെലാറൂസിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേണ്ടി വന്നാൽ നാറ്റോ സഖ്യവുമായി യുദ്ധത്തിലേർപ്പെടാൻ മടിക്കില്ലെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് ഫ്രഞ്ച് പ്രസിഡന്റും ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മനിയുടെ അധികാരികൾ, ഒപ്പം തന്നെ ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറൊക്കെ അത് വളരെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെയാണ്, പ്രധാനമായിട്ടും നാറ്റോ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരോക്ഷമായിട്ടും അവരുടെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാർ വഴിയും ഭീഷണി മുഴക്കിയിട്ടുള്ളത്. യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്നു എന്ന പേരിൽ റഷ്യയുടെയും ബെലാറൂസിൻ്റെയും അതിർത്തികളിൽ ഈ രീതിയിൽ സൈനിക സാന്നിധ്യമുണ്ടായാൽ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളെ, പോളണ്ട് അടക്കമുള്ള, ലിത്വാനിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തൊട്ടടുത്ത് കിടക്കുകയാണ്, റഷ്യയുടെയൊക്കെ ആക്രമിക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ അപകടസ്ഥിതി മനസ്സിലാക്കിയിട്ടായിരിക്കും റഷ്യയോട് സോഫ്റ്റ് കോർണർ കാണിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് യുറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച ആരംഭിച്ചിരിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിൻ്റെ ചർച്ചകളിലൊന്നും, റഷ്യയും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചകളിലൊന്നും യൂറോപ്യൻ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചിരുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധികളായി അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അടക്കമുള്ളവർ, അതുപോലെ തന്നെ ട്രംപിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിക്കോഫ് അടക്കമുള്ള ആൾക്കാർ ആണ് യൂറോപ്പിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി ഡേവിഡ് ലാമിയുമായിട്ടൊക്കെ ചർച്ച നടത്താൻ പോകുന്നത്. ഇന്ന് ഈ ചർച്ച നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂറോപ്പ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യൂറോപ്പിൻ്റെ നിലപാട് എന്താണെന്ന് അമേരിക്ക ആദ്യമായിട്ട് നേരിട്ടുള്ള ചർച്ചകളിലൂടെ അറിയാൻ പോകുന്നു. ഇതിനു മുമ്പ് പലരുമായിട്ട് ചർച്ച നടത്തി, റഷ്യയുമായിട്ട് നടത്തി, ഇതൊക്കെ നടത്തിയെങ്കിലും യൂറോപ്പിനെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഉക്രൈനുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. സൗദി അറേബ്യയിൽ പോയാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ കൂടിക്കണ്ടത്. അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട്, യുക്രൈനുമായിട്ടും അമേരിക്ക ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ യൂറോപ്പുമായിട്ട് ചർച്ച നടക്കുന്നു. എന്തായാലും ഒരു യുദ്ധത്തിൻ്റെ ഭീതി യൂറോപ്പിൽ പടർന്നിട്ടുണ്ട്. റഷ്യ ഒരു അറ്റാക്കിംഗ് മൂഡിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം അതിശക്തമായിട്ട് തന്നെ നടക്കുന്നു. ഗസയിൽ ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ ഈ മണിക്കൂറുകളിലും ബോംബ് വർഷിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ തന്നെ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തൽ നുള്ള ചർച്ചകൾക്ക് ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ മധ്യസ്ഥരായിട്ട് ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണുള്ളത്. പ്രധാനമായിട്ട് ഖത്തറും ഈജിപ്തിനുമാണ് സമർപ്പിച്ചിട്ടുള്ളത്. 45 ദിവസം വെടിനിർത്താം, ഞങ്ങൾ ഇസ്രായേലിൻ്റെ സൈനിക ടാങ്കുകളും സൈന്യവും പഴയ പോലെ പിന്നോക്കം പോരാം, പക്ഷെ ഒറ്റ ഇതുണ്ട്, അവരുടെ ബന്ദികളെ വിട്ടയക്കണം. 10 ബന്ദികളെ വിട്ടയക്കുന്നതിന് 120 പാലസ്തീനി തടവുകാരെ വിട്ടയക്കാം എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഹമാസ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇത് അറിഞ്ഞ ശേഷമേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള സാധ്യത ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഉക്രൈനിലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ആക്രമണം നടക്കുന്നു, തിരിച്ചടി നടത്തുന്നു ഉക്രൈൻ സേന. എന്ന് മാത്രമല്ല, നാറ്റോയ്ക്കെതിരെ വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, തിരിയാനുള്ള ഒരു കാരണം നാറ്റോയുടെ സഖ്യത്തിൻ്റെ തലവൻ മാർക്ക് റൂട്ട് തന്നെ വ്ളാഡിമിർ സെലൻസ്കിയുമായി ഉക്രൈൻ നഗരമായ ഒഡേസയിൽ ഇന്നലെ എത്തി
വളരെ ശക്തമായിട്ടുള്ള പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ റഷ്യക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് തിരിച്ചടി എന്നോണം തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ മടിക്കില്ലെന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്പ് കുറച്ചും കൂടിയും അമേരിക്ക അത്യാവശ്യം റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത് പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പ് കൂടുതൽ ശക്തമായി യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് യുക്രൈൻ യുദ്ധം, അതിൻ്റെ പേരിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നുള്ള റഷ്യയുടെ ഭീഷണി. ബെലാറൂസ് തൊട്ടടുത്ത രാജ്യമാണ്. ബെലാറൂസിലേക്ക് റഷ്യയുടെ നിന്ന് ന്യൂക്ലിയർ വാർഹെഡ്സ്, ആണവായുധങ്ങൾ മാറ്റുന്നതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തിനും സജ്ജമായി വേണ്ടി വന്നൊരു ആണവായുധ പ്രയോഗത്തിനും മടിക്കില്ലെന്ന് കഴിഞ്ഞ 3 വർഷമായിട്ട് റഷ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു ടെൻഷൻ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇറാനിൽ ബോംബിടാൻ മടിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാനുമായിട്ട് അനൗദ്യോഗിക ചർച്ചകൾ ഒമാനിൽ നടന്നു. ആദ്യത്തെ ഘട്ടം ഗുണപരം എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തിനും തയ്യാറായി ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ അമേരിക്കയുടെ ഇറാന് സമീപം തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഹാരി എസ് ട്രൂമാൻ, USS ഹാരി എസ് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പൽ, അതിൽ നിന്നാണ് ഹൂതികൾക്ക് നേരെ യമനിൽ ആക്രമണം നടക്കുന്നത്. അമേരിക്കയുടെ ശക്തമായിട്ടുള്ള യുദ്ധക്കപ്പലാണ്. ഇപ്പോൾ കാൾ വിൻസൻ എന്ന യുദ്ധക്കപ്പൽ കൂടി അമേരിക്കയിൽ നിന്ന് ഇറാനിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ 2 യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ എത്തിയിരിക്കുന്നു. വേണ്ടി വന്നാൽ ഇറാനിൽ ബോംബ് ചെയ്യും, ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ അവരുടെ ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കുമെന്നുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയോടൊപ്പമുണ്ട്. ഇസ്രായേലിൻ്റെ കൂടി ആവശ്യമാണ് ഇറാൻ ആണവായുധവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അത് തകർത്ത് കളയണമെന്നുള്ള നീക്കത്തിലാണ്. സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിന് പിന്തുണ നൽകുന്നുണ്ട്. കാരണം ഇറാന് അണവായുധമുണ്ടായാൽ അതിൻ്റെയൊക്കെ ഭീഷണി ഗൾഫ് രാജ്യങ്ങൾ നേരിടാൻ പോകുന്നു എന്നുള്ള ഭീതി അവർക്കിടയിലുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇറാനുമേൽ ബോംബ് ഭീഷണിയുമായിട്ട് അമേരിക്ക, അപ്പുറത്ത് നാറ്റോ സഖ്യത്തെ ആക്രമിക്കുമെന്ന് റഷ്യ. അപ്പോൾ ഇസ്രായേൽ യുക്രൈൻ യുദ്ധത്തിന് പുറമേ ഉണ്ടായിരിക്കുന്ന 2 യുദ്ധഭീഷണികൾ ഇതാണ്. ഒരുപക്ഷെ ഈ യുദ്ധങ്ങൾക്കൊക്കെ നടുവിൽ വാണിജ്യ യുദ്ധവും മുറുകുകയാണ്. അത് അമേരിക്കയും ചൈനയും തമ്മിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യ ഗോളുകൾ അടിച്ചതെങ്കിലും ചൈന ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന നികുതി കൂട്ടിയെന്ന് മാത്രമല്ല, 145% അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ 125% വരെ ചൈന പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്കയിലെ കമ്പ്യൂട്ടറുകളുടെ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകളുടെ അടക്കം ഒരുപാട് ഇലക്ട്രോണിക് രംഗത്ത് ആവശ്യമായിട്ടുള്ള റയർ മെറ്റൽസ്, അപൂർവ ലോഹങ്ങൾ എന്ന് പറയുന്ന ഇട്രിയം അടക്കമുള്ള ലോഹങ്ങൾ, അതിൽ 61% ചൈനയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ പ്രോസസ്സ് 90% അത് സംസ്കരിച്ചെടുക്കുന്നതും ചൈനയാണ്. അപ്പം ചൈന പണി മുടക്കിയാൽ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ തരത്തിൽ അപൂർവ ലോഹങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ള തീരുമാനം ചൈന എടുത്തിരിക്കുന്നു. അത് വല്ലാതെ അമേരിക്കയെ ഞെട്ടിക്കുന്നതാണ്. എന്തായാലും അമേരിക്കയും ചൈനയും നേരിട്ട് ചർച്ച നടത്തിയില്ലെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അവസ്ഥ. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേറെ രീതിയിൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോക പ്രശസ്തമായ അമേരിക്കൻ സർവകലാശാലയാണ്. അതിനെതിരെയുള്ള മൂക്കുകയർ അമേരിക്കൻ ഭരണകൂടം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. അവിടെ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ ഉള്ള ലൈസൻസും അനുമതിയും നൽകില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കൻ ജനാധിപത്യത്തിന് നേരെ ഭീഷണിയാണെന്നാണ് ഇതേക്കുറിച്ച് പ്രതിപക്ഷത്തുള്ളവരും ഇവൻ ട്രംപിനെ അനുകൂലിക്കുന്നവർ വരെ പറയുന്നത്. കാരണം സർവകലാശാലകളുടെ, അതും ലോകപ്രശസ്തമായ സർവകലാശാലയെ അതിലേക്ക് അന്താരാഷ്ട്ര സ്റ്റുഡൻസ്, ഏതാണ്ട് 7000 അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ഥലമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അവർക്കുള്ള ഗ്രാൻറ്റുകൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക് വരാനോ അവിടെ പഠിക്കാനോ അനുവദിക്കില്ല. അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ്, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് വിവരങ്ങൾ മുഴുവൻ കൈമാറണം. അപ്പോൾ അതിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത്, ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സ്വതന്ത്ര സ്ഥാപനമാണ്, അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അത് മുഴുവൻ ഭരണകൂടത്തിന് കൈമാറേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ നിലപാട്. എന്തായാലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൂക്കയറിടാൻ ട്രംപിൻ്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരായി പാലസ്തീൻ അനുകൂലമായ ഒരുപാട് പ്രകടനങ്ങൾ ജോ ബൈഡൻ പ്രസിഡന്റായിരുന്ന കാലത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നടന്നിരുന്നു. ഏതാണ്ട് 130ഓളം സർവകലാശാലകളിൽ അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതിനെ നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മൂക്കുകയർ ഏറ്റവും പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്.
അത് കൊളംബിയൻ യൂണിവേഴ്സിറ്റിക്കെതിരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട്.